നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ. ഭർതൃവീടുകളിൽ യുവതികൾ ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെടുന്ന സംഭവം കേരളത്തിൽ സ്ഥിരമാകുകയാണ്. ഇതിന് പിന്നിൽ എന്താണ് സംഭവിക്കുന്നത്? എത്രയെത്ര കേസുകൾ ഇതിനോടകം നടന്നിരിക്കുന്നു. ഉത്ര, വിസ്മയ, മൊഫിയ, ഇപ്പോൾ കേരളത്തെ നടുക്കിക്കൊണ്ട് മറ്റൊരു ആത്മഹത്യ. പാലോട് ഇളവട്ടത്ത് ഭർതൃവീട്ടിൽ നവവധു ഇന്ദുജയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ചില സംശയങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതായത് ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്നുള്ള സംശയങ്ങൾ ഉയരുന്നു. ഇന്ദുജ മരിച്ച സംഭവത്തിൽ മറ്റ് ചില വസ്തുതകൾ കൂടിയാണ്, അതായത് ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നു. അവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണമാണ്. ഇന്ദുജ ആദിവാസി പെൺകുട്ടിയാണ്. അഭിജിത്ത് എന്നയാൾ, അതായത് അയാൾ ഒരു ഉയർന്ന കുടുംബത്തിലുള്ള ആളാണ്. ഇയാളാണ് ഇന്ദുജയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് പോകുകയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഇന്ദുജയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്നാൽ ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന് ഇന്ദുജയുടെ ബന്ധുക്കൾ പറയുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ആദിവാസി സംഘടനയിൽ നിന്നുള്ള ചില ആളുകൾ ഇപ്പോൾ ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ചെറിയ സംഭവമല്ല. കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. സർക്കാരിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും കൃത്യമായ ഇടപെടൽ അവർ വെളിപ്പെടുത്തിയ കാര്യത്തിൽ ഉണ്ടാകണം. അതായത് അവർ പറയുന്നത് പാലോട് വിതുര ഭാഗങ്ങളിൽ ഇത് സ്ഥിരം സംഭവമായി മാറുന്നുവെന്നാണ്. അതായത് ഉയർന്ന വീടുകളിലെ ആൺകുട്ടികൾ ആദിവാസി പെൺകുട്ടികളെ പ്രണയിക്കുകയും പിന്നീട് ഇവരെ കല്യാണം കഴിക്കുകയും എന്നാൽ ചിലർ ഇവരെ ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന്. എന്നാൽ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടുള്ള പെൺകുട്ടികളിൽ പലരെയും പിന്നീട് ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടാണ് കാണപ്പെടുന്നത് എന്നാണ്. ഇതൊരു ചെറിയ വിഷയമല്ല എന്നും സർക്കാർ ഇതിൽ ഇടപെടണം എന്നുള്ള ആവശ്യമാണ് അവർ ഉയർത്തുന്നത്. പാലോട് വിതുര ഭാഗങ്ങളിൽ ഇത്തരത്തിൽ 5ഓളം കേസുകൾ, സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നവർ വെളിപ്പെടുത്തുമ്പോൾ ഇതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് കൂടി അവർ സംശയമായി മുന്നോട്ട് വയ്ക്കുകയാണ്. തങ്ങളുടെ പെൺമക്കൾക്ക് സംരക്ഷണം ഒരുക്കണമെന്നും നീതിന്യായ വ്യവസ്ഥിതി ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്നുമുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആദിയിലാണ് ഇവർ ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. തങ്ങളുടെ മക്കൾക്കും ഇതുപോലെ ഇനി ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ സംഭവിക്കരുത്, ആദിവാസി പെൺകുട്ടികൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടികൾക്കും ഇതുപോലത്തെ ദുരനുഭവങ്ങൾ ഇനി ഉണ്ടാകരുത് എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ നാട്ടിലെ നീതിയും നിയമവും ഒക്കെ ഞങ്ങൾക്കും കൂടി വേണ്ടിയുള്ളതാണെന്നും അവർ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിഷയത്തിൽ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്, അതായത് ആദിവാസി വിഭാഗത്തിലെ ചിലരുടെ പ്രതികരണം, അത് നിങ്ങൾ കേട്ടു നോക്കുക, എന്നിട്ട് വിലയിരുത്തുക. ഇതിൽ ഉടൻ തന്നെ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത്. ഇതൊരു ചെറിയ വിഷയമല്ല. കാരണം 5ഓളം സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് എന്നവർ പറയുമ്പോൾ, അതായത് 5ഓളം പെൺകുട്ടികളെ ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ട് കണ്ടു എന്നിവർ പറയുമ്പോൾ, അതും ഈ ഉയർന്ന വീടുകളിലെ ആൺകുട്ടികൾ കല്യാണം കഴിച്ചുകൊണ്ട് പോയതിനു ശേഷം ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് നിസ്സാരമല്ല, ഞങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് എന്നും ഇവർ പറയുന്നു. ഇവരാരും തന്നെ ഈ പെൺകുട്ടികളെ, അതായത് ഈ ഉയർന്ന വീടുകളിലെ ആൺകുട്ടികൾ ഇവരെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിലും നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യവും ഇവർ ഉയർത്തുകയാണ്. അവരുടെ പ്രതികരണം നിങ്ങൾ കേട്ടു നോക്കുക. ഇതിനു മുമ്പ് തന്നെ അവിടെ കഴിഞ്ഞ 2 വർഷത്തിലുള്ള 4 പെൺകുട്ടികൾ സെയിം മോഡലിലാണ് മരണപ്പെട്ടിട്ടുള്ളത്. അത് ഇതേപോലെ സ്നേഹം മരിച്ചു കൊണ്ടുപോയിട്ട് 4 കുട്ടികൾ ഇതേ പാലോട് വിതുര പെരിങ്ങമല പഞ്ചായത്തിലാണ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ഒരു കുട്ടിക്ക് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ കേസ് കൃത്യമായിട്ട് ഇതിൻ്റെ പ്രതിക്ക് അർഹമായ ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ആവശ്യപ്പെടുന്നത്. ജില്ലാ സഹകരണ ബാങ്കിലൊക്കെ ജീവനക്കാരിയാണ്. അപ്പോൾ അവർക്ക് ഒട്ടും ഈ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന താല്പര്യമില്ല. അമ്മ തന്നെ, ഈ അഭിജിത്തിൻ്റെ അമ്മ തന്നെ ഈ കുട്ടിയെ രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ വളരെ എതിർത്തിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തുള്ള പീഡനവും ഇതിനകത്ത് കൊണ്ടുവന്നുള്ളതാണ് ഞങ്ങൾ കേസിൽ അത് പറഞ്ഞിട്ടുണ്ട്. 1ഉം 2ഉം പ്രതികളായിട്ട് അമ്മയും മകനെയുമാണ് ഞങ്ങൾ ചേർത്തിരിക്കുന്നത്. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ അന്വേഷണം നടക്കണം. അഭിജിത്തിൻ്റെ വീട്ടിലും ഇതുവരെയുള്ള സംഭവങ്ങൾ, അവരുടെ ഫോണ്, ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തികരമെന്ന് ഞങ്ങളിപ്പോൾ പറയുന്നില്ല. പോലീസിൻ്റെ അന്വേഷണം വരട്ടെ, ബാക്കി അന്വേഷണം വന്ന് ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് തൃപ്തികരമാണെന്ന് പറയുന്നത്. ഇവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലെന്ന് അവർ മനസ്സിലാക്കി അമ്മ.
മനസ്സിലാക്കിയ സ്ഥിതിക്ക് ആ രീതിയിൽ ഇവരെ ഈ രജിസ്ട്രേഷൻ പോലും, അതായത് കുട്ടികളുടെ കല്യാണം നടന്നതെന്നുള്ള നിയമപരമായി സർക്കാരിലുള്ള രജിസ്ട്രേഷൻ പോലും തടഞ്ഞുകൊണ്ടാണ് അമ്മ പ്രവർത്തിച്ചത്. എങ്ങനെ ഈ കുട്ടിയെ ഇവരിൽ നിന്നും മാറ്റുക എന്നൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. എന്തായാലും ശരി തന്നെ, പല മരണങ്ങൾ ഈ ആദിവാസി മേഖലയിൽ നടന്ന ഇനിയൊരു മരണം ഇനി ഇങ്ങനെ ഉണ്ടാവാൻ ഞങ്ങളെ ഈ സംഘടനകളൊന്നും തന്നെ അനുവദിക്കുന്നതല്ല. ശക്തമായ ഇതൊരു നടപടിയിലേക്ക് തന്നെ പോകണം. ഇത് മാതൃകാപരമായ ശിക്ഷയുണ്ടാവണം. ഇനി ഈ മറ്റുള്ളവരുടെ കേസുകൾ ഇങ്ങനെ തേഞ്ഞു മാഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇതിനെയും കൊണ്ടുപോകാൻ പറ്റില്ല. ഇനിയൊരു ആദിവാസി പെൺകുട്ടിയെ ഇങ്ങനെ പ്രലോഭനങ്ങളിലൂടെ കൊണ്ടുവന്നിട്ട് ആ കുട്ടിയെ മരണത്തിലേക്ക് വലിച്ചഴക്കുന്ന ഒരു അവസരം ഉണ്ടാകാൻ പാടില്ലെന്ന് തന്നെയാണ് ഞങ്ങൾ ആദിവാസി മേഖലയിലെ AKS എന്നുള്ള നിലയിൽ, AKSൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിലും ഞങ്ങളെല്ലാം എടുത്തിരിക്കുന്ന തീരുമാനം അത്തരത്തിലാണ്. നമുക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ആദിവാസി മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് വന്ന് ആദിവാസി പെൺകുട്ടികളെ വിവാഹം കഴിച്ചിട്ട് പോകുന്ന പല പെൺകുട്ടികളും വളരെയധികം പീഡനങ്ങൾ നേരിടുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതേപോലെ ഉപേക്ഷിക്കപ്പെട്ട് വനങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഇവിടുത്തെ സർക്കാരും പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഈ നടക്കുന്ന സംഭവങ്ങളിൽ ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട് വിധവകളായി കഴിയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഇതിനെയൊക്കെക്കുറിച്ച് അന്വേഷണം നടത്തണം. ഇതാരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ, ഇവരെയൊക്കെ കണ്ടെത്തുകയും ഇവരുടെയൊക്കെ പേര് നടപടിയെടുക്കുകയും വേണം എന്നുള്ളൊരു കാര്യം കൂടി ഞങ്ങൾ ഇതിനകത്ത് ശക്തമായി ആവശ്യപ്പെടുന്നു. രാഷ്ട്രീയ സ്വാധീനമുണ്ട്, ഭരണകക്ഷിയുടെ ആളെന്നൊക്കെ നമുക്കറിയാൻ കഴിയും. നല്ല സ്വാധീനമുള്ള ആളാണ്, സാമ്പത്തികമുള്ള ആളാണ്. അതുകൊണ്ട് ഞങ്ങൾ ഭയക്കുന്നു ഈ കേസുവാദികളെ ഞങ്ങൾക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇനി എന്ത് വിഷയമുണ്ട് ആ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുമെന്നുള്ള നിലപാടുമായി ഞങ്ങൾ ഇന്നലെ തൊട്ടേ ഉണ്ട്. ഇതിൻ്റെ അവസാനം വരെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ട്. നിയമപരമായി വിവാഹം ചെയ്യാത്തതിൻ്റെ കാരണം ഇത് ഒഴിവാക്കുക, ഇത് അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒറ്റ തീരുമാനമാണ് നിയമപരമായിട്ട് ഇത് ചെയ്യാൻ അവർ ശ്രമിക്കുന്നത്. ഈ പട്ടികവർഗ്ഗക്കാരെ സംബന്ധിച്ച് ഗോത്ര ആചാരപ്രകാരം നടക്കുന്ന വിവാഹങ്ങൾ മാത്രമേ നിയമപരമായി നിലനിൽക്കും സാധ്യതയുള്ളൂ. അങ്ങനെ നടക്കാത്ത വിവാഹങ്ങളൊന്നും സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് വിവാഹങ്ങളാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് ഇവരെല്ലാം രക്ഷപ്പെട്ടു പോവുകയാണ്. ഗോത്രാചാര പ്രകാരമല്ല ഇവിടെ നടക്കുന്ന വിവാഹങ്ങൾ. അത് പൊതുസമൂഹം കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഗോത്ര വിവാഹക്കാരെ സംബന്ധിച്ച് ഗോത്രാചാര പ്രകാരം നടക്കുന്ന വിവാഹങ്ങൾക്ക് മാത്രമേ സ്ഥായിയായി നിലനിൽപ്പുള്ളൂ നിയമം. ഈ നിയമപരമായ വിവാഹം നടത്താൻ ശ്രമിച്ചപ്പോൾ ഈ അബ്ജത്തിന്റെ വീട്ടുകാരെന്താണ് പറഞ്ഞത്? അത് പറ്റൂല എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതിന് കാരണമൊന്നും പറഞ്ഞിട്ടില്ല. അവർ ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഇഷ്ടമല്ല, അത് എങ്ങനെ ഈ കുട്ടിയെ ഒഴിവാക്കി വിടുക, രജിസ്റ്റർ ചെയ്യാതെ പറ്റില്ലല്ലോ, അപ്പോൾ ഒഴിവാക്കി വിടുക എന്നുള്ള ഒരു ലക്ഷ്യം അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ കുട്ടിയുടെ മരണം ഇത് ഒരു കൊലപാതകമാണോ എന്നാണ് ഞങ്ങൾക്ക് സംശയം. കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഈ കുട്ടിയെ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് എൻ്റെ അച്ഛനൊന്നും ആരെയും അറിയിച്ചിട്ടില്ല, മറ്റാരെയും കൂട്ടിയിട്ടില്ല, ഒരാട്ടയിലാണ് കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് ദുരൂഹത. ഇപ്പം തന്നെ ഞങ്ങൾ നെടുമങ്ങാട് അവിടെ പരിശോധന നടത്തിയപ്പോഴത്തേക്ക് ഈ കുട്ടിയുടെ പുറത്ത് പല പല പാടുകളുണ്ട് എന്ന് അതിനകത്ത് കയറിയ നമ്മുടെ അതിൻ്റെ ബന്ധുവായിട്ടുള്ള ആൾ പറഞ്ഞു. കുട്ടിയുടെ ശരീരം പാടുകൾ അടിഞ്ഞിട്ടുണ്ടായിട്ടുള്ള പാടുകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പാടുകളൊക്കെ ഇനി റിപ്പോർട്ട് വരുമ്പോൾ തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് അറിഞ്ഞൂടാ. അത് റിക്സായിട്ട് ഞങ്ങൾ അവിടെ കയറിയ ആളുകൾ കണ്ടത്. ആദ്യം ചുള്ളിമാനൂർ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നേരെ നെടുമങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാണ് കൊണ്ടുവന്നത്. രണ്ടാൾ, ഒന്ന് ഈ പറയുന്ന വണ്ടിയുടെ ഡ്രൈവറും ഈ പറയുന്ന ഈ ദില്ലിയുടെ ഭർത്താവ് എന്ന് പറയുന്ന പുള്ളിയാണ്. ശക്തമായ വാക്കുകളാണ് അവരിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഉറച്ച നിലപാടിൽ തന്നെയാണ് അവർ. ഇനിയും ഇതുപോലത്തെ ഒരു ദുരനുഭവം ആർക്കും, ഒരു ആദിവാസി പെൺകുട്ടികൾക്കും ഉണ്ടാകരുത്. ഞങ്ങൾക്കും ചോദിക്കാനും പറയാനും ആളുകൾ ഉണ്ട് എന്നുകൂടി അവർ വ്യക്തമാക്കുകയാണ്. ശരിയാണ്, അവർ പറഞ്ഞിരിക്കുന്നത് വളരെ ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ്. എന്തുകൊണ്ട് ഇത്തരത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ്, അല്ലെങ്കിൽ കൊലപാതകമാണ്. ഇത് പാതി വഴിക്ക് അന്വേഷണം ഇട്ടിട്ട് പോലീസ് മടങ്ങുകയാണ് ചെയ്യുന്നതെന്നും ഇവർ പറയുന്നു. ഇപ്പോൾ തന്നെ മരിച്ച ഇന്ദുജയുടെ ഭർത്താവ് അഭിജിത്തിന് പാർട്ടിയുമായി ബന്ധമുള്ള ആളാണ്, നല്ല പിടിപാടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുകൾ, അതായത് ഇത്തരത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ പല കേസുകളിലും അന്വേഷണം പാതി വഴിയിൽ നിർത്തിയിട്ട് പോലീസ് മടങ്ങുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇന്ദുജയുടെ ദുരൂഹ മരണത്തിൽ പോലും ആ കുടുംബം ഇത് ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് ഇന്ദുജയുടെ ബന്ധുക്കൾ പറയുന്നു. ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്നും അവർ ആവർത്തിക്കുകയാണ്. ഇതിൽ 3 കാര്യങ്ങൾ പ്രധാനമായും, അതായത് ഈ വീട്ടുകാർ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്, അതുകൂടി ഒന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. 3ഉം അവിശ്വസനീയവുമായ കാര്യങ്ങളാണ്. അതായത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30 ഭർത്താവ് അഭിജിത്ത് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് 2ാം നിലയിലെ കിടപ്പുമുറിയുടെ ജനലിൽ തൂങ്ങിയ
തൂങ്ങിയ നിലയിൽ ഇന്ദുജയെ കണ്ടതെന്നാണ് ആദ്യ വാദം. തൂങ്ങിയ നിലയിൽ കാണുമ്പോൾ ഇന്ദുജയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നുവെന്നും ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യയാണ് മരണം സംഭവിച്ചതെന്നും പറയുന്നതാണ് രണ്ടാമത്തെ വാദം. അഭിജിത്തിന്റെ മുത്തശ്ശി മാത്രം വീട്ടിലുള്ള സമയത്താണ് ഇന്ദുജ ആത്മഹത്യ ചെയ്തത് എന്ന നിലപാടിന് പിന്നിലും വ്യക്തമായ ചില ബുദ്ധിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ചില ആരോപണങ്ങൾ. ഇത് ഇന്ദുജയുടെ മരണത്തിലെ ദുരൂഹതയിൽ നിന്നും അഭിജിത്തിന്റെ അമ്മയെ രക്ഷിക്കാനുള്ള തന്ത്രമാണ് എന്നാണ് വിവരങ്ങൾ. അതായത് അമ്മായിയമ്മ വീട്ടിൽ ഇല്ലാത്തപ്പോഴായിരുന്നു ഇന്ദുജയുടെ ആത്മഹത്യ എന്ന് സ്ഥാപിക്കാനുള്ള കൃത്യമായ നീക്കം. ഈ അന്വേഷണം കൃത്യമായ രീതിയിൽ മുൻപോട്ട് പോകുകയാണെങ്കിൽ ഇതിലെ വസ്തുത വേഗത്തിൽ കണ്ടെത്താൻ കഴിയും. പക്ഷേ അഭിജിത്ത് സഖാവാണ് എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പാലോട് പോലീസിൽ ഇതിൽ ദുരൂഹത കാണാതിരിക്കാനും സാധ്യതയേറെയാണ്. അതായത് ആത്മഹത്യ എന്ന് ഒറ്റ വരിയിൽ എഴുതി തീർക്കാനും സാധ്യതകൾ ഏറെയാണ് എന്ന്. നെടുമങ്ങാട്ടെ കാർ കടയിലാണ് അഭിജിത്തിന്റെ ജോലി. അവിടെ നിന്നും 20 കിലോമീറ്റർ അകലെയാണ് പാലോടെന്ന സ്ഥലമുള്ളത്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ 20 കിലോമീറ്റർ ദൂരത്തുള്ള വീട്ടിലെത്തിയെന്ന കഥ അവിശ്വസനീയമാണ് എന്ന വാദങ്ങൾ ഉയരുകയാണ്. പ്രദേശത്തെ CCTV പരിശോധിച്ചാൽ മാത്രം മതി ഇതിൽ വ്യക്തത വരുത്താൻ. ഇതിനൊപ്പം ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെയുള്ള മരണം എന്ന തിയറിയിലെ സത്യം പോസ്റ്റ്മോർട്ടത്തിലും തെളിയുന്നതാണ്. അതായത് ഇന്ദുജ മരിച്ചെന്ന് അവർ പറയുന്ന സമയവും പോസ്റ്റ്മോർട്ടത്തിലെ സമയവും ആശുപത്രിയിലേക്കുള്ള യാത്രാ സമയവും എല്ലാം പോലീസ് സത്യസന്ധമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ദുജയെ ആശുപത്രിയിലാക്കിയ ഭർത്താവും ബന്ധുക്കളും പിന്നീട് അവിടെ നിന്നില്ല. അവർ എത്രയും വേഗം സുരക്ഷിതരാകാനുള്ള ഒരു നീക്കമായിരുന്നു പിന്നീട് നടത്തിയത്. ഇന്ദുജയുടെ മുഖത്തും ശരീരത്തും മർദ്ദനമേറ്റ പാടുകളുണ്ട്. CCTV പരിശോധനകളിലൂടെ തന്നെ അഭിജിത്തിന്റെ അമ്മയുടെ സ്ഥാനവും പോലീസിന് ഉറപ്പിക്കാം. അതായത് ആ സമയം അവർ എവിടെയായിരുന്നു എന്നുള്ളതൊക്കെ കൃത്യമായി തന്നെ വ്യക്തമാക്കാവുന്നതാണ്. പക്ഷേ പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തണം. അന്വേഷണം ശരിയായ വഴിയിൽ പോകുകയാണെങ്കിൽ ഇതിലെ നെല്ലും പതിരും തിരിയും. ഇന്ദുജയുടെ മരണത്തോടുകൂടി ഇപ്പോൾ മറ്റൊരു വിഷയം കൂടിയാണ് കൃത്യമായി ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് ഈ ഭാഗങ്ങളിൽ ആദിവാസി പെൺകുട്ടികളെ പ്രണയിച്ച് കല്യാണം കഴിക്കുകയും പിന്നീട് അവർ മരണപ്പെടുകയും ചെയ്യുന്നത്, അതിലൊരു കൃത്യമായ അന്വേഷണം വേണം. എന്താണ് ഇതിന് പിന്നിൽ സംഭവിക്കുന്നത്? ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത്? ശരിക്കും എന്തിനാണ് ഈ നിർധനരായ പെൺകുട്ടികളെ ഈ വലിയ വീട്ടിലെ ആൺകുട്ടികൾ ഇത്തരത്തിൽ കല്യാണം കഴിക്കുന്നത്? അതിന് പിന്നിൽ എന്തിനാണ് അവരെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് തീരെ നിവൃത്തിയില്ലാത്ത വീടുകളിലെ പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നത്. പിന്നീട് ഈ വീടുകളിൽ ഇവർ ക്രൂരമായ പീഡനങ്ങൾക്കിരയാകുന്നു. അമ്മായിയമ്മയുടെ ഭാഗത്ത് നിന്ന് സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീധനം കിട്ടിയില്ല, ഒന്നുമില്ലാതെ കയറി വന്നു തുടങ്ങിയ രീതിയിലുള്ള ചോദ്യങ്ങൾ, പീഡനങ്ങൾ, അത്തരത്തിൽ ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ ഈ വീടുകളിൽ നിൽക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇത്തരത്തിൽ ഭർതൃ വീടുകളിൽ യുവതികൾ മരണപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഈ തല്ലും പീഡനവും കൊണ്ട് അവിടെ കഴിഞ്ഞത് എന്നുള്ളത്. പലപ്പോഴും പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത എത്രയോ പെൺകുട്ടികൾ ഈ കേരളത്തിൽ തന്നെയുണ്ട്. പ്രത്യേകിച്ചും ഈ ആദിവാസി വിഭാഗത്തിന്റെ കാര്യവും കൂടിയാകുമ്പോൾ അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. എന്ത് സംഭവിച്ചാലും ആര് ചോദിക്കാൻ? കുടുംബങ്ങൾക്ക് പോലും വലിയ ശേഷിയില്ലാത്ത മനുഷ്യരാണ്. അവർ എവിടെ പോകാനാണ്? ആരെ ചോദ്യം ചെയ്യാനാണ്? ഇവർക്ക് സാമ്പത്തികവും പിടിപാടും എല്ലാമുള്ള ആൾക്കാർ അവരുടെ ഭാഗം സേഫാക്കും. ഇവരെ വിവാഹം കഴിക്കുന്നത് പോലും രജിസ്റ്റർ ചെയ്യാതെയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗൗരവമായ വിഷയം. എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നില്ല? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇവർക്ക് എന്ത് സംഭവിച്ചാലും പിന്നീട് അത് തങ്ങളുടെ തലയിലാകരുത് എന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയല്ലേ അതിന് പിന്നിലുള്ളത്? ഇതിലൊരു കൃത്യമായ അന്വേഷണം ഉറപ്പായും ഉണ്ടാവേണ്ടതാണ്. ബന്ധപ്പെട്ട അധികാരികൾ സർക്കാരിന് മുന്നിൽ ഈ വിഷയം കൊണ്ടുവരണമെന്നും കൃത്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണം എന്നുള്ളതാണ് നാട്ടുകാർ തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.